നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളത്തെ ക്ഷേത്ര ചടങ്ങുകൾ കൂടി കഴിഞ്ഞ് മടങ്ങിയ വരുൺ കണിമംഗലത്തെ ചക്രവർത്തിയ. നാളെ ക്ഷേത്രത്തിൽ നിന്ന് വരുൺ മടങ്ങിയില്ലെങ്കിലോ? ചെറിയച്ചനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? തല്ലാനും കൊല്ലാനും ഒക്കെ എത്ര നോക്കിയതാ. ഇന്ന് വരെ എന്തെങ്കിലും ഒന്ന് ഫലിച്ചിട്ടുണ്ടോ? ചേർത്ത് പിടിച്ച് നിന്നെ കൊണ്ടു നടക്കുമ്പോ അച്ഛന്റെ ഉള്ളിൽ അഹങ്കാരം എന്താണെന്ന് അറിയാമോ? എന്റെ മകൻ കൂടെ ഉള്ളപ്പോ ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഈ ലോകത്തിന് പോലും. പക്ഷെ നീ എന്നിൽ നിന്ന് മാറിയപ്പോ അച്ഛനെ എല്ലാവരും തോൽപ്പിച്ചു, ഈ ലോകം മുഴുവനും. അച്ഛനെ കൊണ്ട് പറ്റില്ലടാ. ഈ ഭൂമിയിലുള്ള മറ്റെന്തും വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും, പക്ഷേ നിന്റെ സ്നേഹം, നിന്റെ സാമീപ്യം, അത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ല. അച്ഛാ, പോട്ടെ, പറഞ്ഞതും എതിർത്തതും ഒക്കെ നമുക്കങ്ങ് മറന്നേക്കാം. എനിക്കിനി പൂർണ്ണമായൊരു വിശ്രമ ജീവിതം ആവശ്യമാണ്. അതുകൊണ്ട് കമ്പനി കാര്യങ്ങള്. അച്ഛാ, അച്ഛനെ ഞാൻ നിഷേധിക്കുകയല്ല. അച്ഛന് മനസ്സിലാകാത്ത ഒരുപാട് തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അകൽച്ചയുടെ വേദന അച്ഛനെ പോലെ തന്നെ ഞാനും അനുഭവിച്ചു. ഒഴിഞ്ഞു മാറി നടന്നത് ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല, കൂടുതലിന്റെ വേദന എന്നൊക്കെ പറയില്ലേ, അതാ. അച്ഛാ, അച്ഛന് വിശ്രമ ജീവിതം ആവശ്യമാണെങ്കിൽ അത് തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കണം, പഴയതുപോലെ ആവണം. കമ്പനി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എന്നെ ഏൽപ്പിക്കണ്ട. അച്ഛന് പകരം ഒരാളായിട്ട് നിന്ന് എല്ലാം ഞാൻ നോക്കി നടത്തിക്കോളൂ. ആയിക്കോട്ടെ, പക്ഷേ നിന്റെ പൂർണ്ണമായ ശ്രദ്ധ അവിടെ വേണം. നമ്മുടെ കമ്പനി കാര്യങ്ങൾ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ അച്ഛനിതിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ നിന്റെ രീതിയിൽ ചെയ്തോളണം. കമ്പനിയിൽ എന്റെ സ്ഥാനം നീ ഏറ്റെടുക്കുമ്പോൾ അതൊരാഘോഷമായിട്ട് വേണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. നല്ലൊരു ഫംഗ്ഷൻ നടത്തണം എന്നൊക്കെ. അതുപോട്ടെ, ഈ കൈമാറ്റം ഇങ്ങനെ മതിയെന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് തീരുമാനമെടുത്തത്, അമ്മയും മുത്തശ്ശിയും ഒക്കെ ചേർന്ന്. അച്ഛാ, അച്ഛൻ്റെ അഭിമാനത്തിനോ നമ്മുടെ കമ്പനിയുടെ പേരിനോ ഒരു കുഴപ്പം വരുത്താതെ ഞാൻ നോക്കിക്കോളാം. സത്യത്തിലിപ്പോ ഞാൻ ഈ ചുമതലകളെല്ലാം ഏറ്റെടുക്കുമ്പോ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് ഇടയ്ക്ക് തെറ്റിപ്പോയ ഒരു സ്ഥാനമുണ്ടല്ലോ, അതാണ് വീണ്ടും ഞാൻ ഏറ്റെടുക്കുന്നത്. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. ഒന്ന് നിവർന്നു നിന്നാൽ നിനക്ക് പകരക്കാരനാവാൻ ആരെ കൊണ്ട് പറ്റില്ലടാ. അച്ഛന്റെ സമാധാനം അതാ. മോള് ശ്യാമയെ പോലെയാണെന്ന് പറഞ്ഞപ്പോ വാത്സല്യ കൂടുതലുകൊണ്ട് അങ്ങനെ പറഞ്ഞാണെന്നാ ഞാൻ കരുതിയത്. ഇത് രണ്ടാളും ഒരുപോലെയാണല്ലോ. രാധിക ഒരു സാരി ഉടുപ്പിച്ച ശ്യാമ തന്നെയാ. എല്ലാം ഭഗവാന്റെ കടാക്ഷയെടുത്തി. ഇപ്പോ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, എന്റെ മോളെ ഇങ്ങനെ കാണുന്നതിലും ഒരുമിച്ച് കഴിയുന്നതിലും ഒരു തടസ്സവും വരുത്തരുതെന്ന്. ഐശ്വര്യ മാലിനി ഇവിടെ വരാത്തിടത്തോളം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതെ, പക്ഷേ സംശയം മനസ്സിൽ കയറിയ
ആരുടെ മനസ്സ് തളയ്ക്കാനും ഐശ്വര്യടത്തേക്ക് ശേഷിയുണ്ട്. ശ്യാമ പേടിക്കണ്ട. ആരും അറിയാതെ പൊതിഞ്ഞ് നീ നിന്റെ മകളെ സംരക്ഷിക്കുന്നില്ലേ? അതുപോലെ ഐശ്വര്യ കാണാതെ ഞാൻ അവളെ പൊതിഞ്ഞു സൂക്ഷിച്ചോളാം. ശരിയടുത്തേ. ഈ ഒളിച്ചുകളി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. എന്നിട്ട് എല്ലാവരെയും അതിശയിപ്പിച്ച് നിങ്ങൾ കഴിയണം. ഒന്നിച്ച് പാടണം, ഒന്നിച്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടണം. വേണം, എല്ലാം വേണം. ഞാൻ എത്തിയതിനേക്കാൾ ഉയരത്തിൽ അവളെ എത്തിക്കണം. എന്നിട്ട് അവളെ നോക്കി നിൽക്കണം. അവളുടെ ജയങ്ങൾ കാണണം, സന്തോഷിക്കണം. എല്ലാം നടക്കുമായിരിക്കും അല്ലേ? നടക്കും. ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട്. ചെറിയച്ച, ഇത് സത്യത്തിൽ ചെറിയച്ചൻ ചോദിച്ചു വാങ്ങിയതല്ലേ? അച്ഛൻ ഗൗതത്തിനെ പിൻഗാമിയാക്കാൻ പോകുന്നു പറഞ്ഞപ്പോ ചെറിയച്ഛന്റെ മാറ്റം ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാ. പിന്നെ കാര്യങ്ങളൊന്നും എന്നോട് കൂടി ആലോചിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ എന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുക. എന്നിട്ടിപ്പോ എന്തായി? അച്ഛൻ കാര്യങ്ങളൊക്കെ വരുണിനെ ഏൽപ്പിക്കാൻ പോവല്ലേ? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും കണിമംഗലത്തെ മൂത്ത മരുമകളാ. ഇവിടുന്ന് പുറത്തോട്ടൊരു വഴി വെട്ടുന്നെങ്കിലേ അത് ചെറിയച്ഛനും കുടുംബത്തിനും ഉള്ളതായിരിക്കും. കൽപ്പന, നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഏട്ടന്റെ ഗൗതത്തിന്റെ മനസ്സില് അങ്ങനെയൊന്നുമില്ല. ഇനി എന്തുണ്ടായാലും എന്താ? നാളത്തെ ക്ഷേത്ര ചടങ്ങുകൾ കൂടി കഴിഞ്ഞ് മടങ്ങിയ വരുൺ കണിമംഗലത്തെ ചക്രവർത്തിയാ. നാളെ ക്ഷേത്രത്തിൽ നിന്ന് വരുൺ മടങ്ങിയില്ലെങ്കിലോ? ചെറിയച്ഛനൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? തല്ലാനും കൊല്ലാനും ഒക്കെ എത്ര നോക്കിയതാ. ഇന്ന് വരെ എന്തെങ്കിലും ഒന്ന് ഫലിച്ചിട്ടുണ്ടോ? സമ്മതിച്ചു. ഇതുവരെ ശ്രമിച്ചതൊക്കെ പിഴച്ചു. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് രക്ഷിക്കുന്ന പോലെ ആരൊക്കെയോ അവനെ രക്ഷിച്ചു. ആ വാശി തന്നെയാ ദൈവത്തിന്റെ നടയിലിട്ട് അവനെ തീർക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. കൽപ്പന, ഒരുപാട് തവണ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയിട്ടാ ഒരാൾ നീന്താൻ പഠിക്കുന്നത്. ഇതുവരെ നടന്നതൊക്കെ അങ്ങനെ കണ്ടാ മതി. വരുണിന് വേണ്ട കെണി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ആരും കാണാതെ ശ്വാസം മുട്ടി പെടഞ്ഞായിരിക്കും അവൻ നാളെ തീരുന്നത്. നാളത്തെ ദിവസത്തോടെ ഇപ്പൊ നീ പറഞ്ഞൊക്കെ തിരുത്തേണ്ടി വരും. നാളെ കഴിഞ്ഞാൽ കണിമംഗലത്ത് വരുണുണ്ടാവില്ല, അത് ഉറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.